പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസത്തിൻ്റെ 18ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും പറയും, മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ എല്ലാം അറിയാം. മുഖം മനുഷ്യൻ്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ മുഖത്തിങ്ങനെ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ട ഒരു മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. എപ്പോഴും ശാന്തതയോടെ, എളിമയോടെ, തൻ്റെ മുഖത്ത് പ്രസന്നതയോടെ, ഈ പ്രസന്നതയ്ക്കാണ് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ഇതിനാണ് എന്നെ നിങ്ങളെ ദൈവം പ്രസന്നതയോടെ. അതെങ്ങനെയാണ്? ഹൃദയത്തിൽ ശുദ്ധിയുണ്ടവർക്ക് മാത്രമേ പ്രസന്നതയോടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റൂ. മത്തായി സുവിശേഷം 4-ാം അധ്യായം എൻ്റെ 4-ാം തിരുവചനം പറയും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, അവരാണ് ദൈവത്തെ കാണുന്നത്. അപ്പോൾ ദൈവത്തെ കാണുന്നവർക്ക് പ്രസന്നതയോടെ ഇരിക്കാൻ സാധിക്കും. ഇത് ഔസേപ്പിതാവിന് ലഭിച്ചു. ഈ കൃപയാണ് എനിക്ക് ലഭിക്കേണ്ടത്, എൻ്റെ കുടുംബത്തിൽ ലഭിക്കേണ്ടത്, എൻ്റെ മക്കളിൽ ലഭിക്കേണ്ടത്, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് പ്രസന്നതയോടെ നിൽക്കുവാനുള്ള വൻ കൃപ. വിശുദ്ധ ഔസേപ്പിതാവേ, നീ എങ്ങനെയാണ് നിൻ്റെ കുടുംബത്തിൽ നീ ഈശോയെ നിനക്ക് കൂട്ടായി തന്ന മറിയത്തെയൊക്കെ നീ അങ്ങനെ പ്രസന്നതയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കൃപ നിനക്ക് ലഭിച്ചെങ്കിൽ, ആ കൃപയിൽ എനിക്കും പ്രസന്നതയോടെ നിൽക്കുവാൻ, എൻ്റെ കുടുംബത്തിൽ സമൂഹത്തിലൊക്കെ പ്രസന്നതയോടെ നിൽക്കാനുള്ള വൻ കൃപ വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ ലേഖനത്തിന്, സുവിശേഷത്തിൻ്റെ ആ വലിയ ശക്തി, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ആ വലിയ ശക്തി 4-ാം അധ്യായം 4-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാനുള്ള വൻ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.